ധർമ്മസ്ഥലയിലെ വിവാദങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന ആരോപണം. കോൺഗ്രസ് എംപിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നതായാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. കർണാടകയിലെ മുൻ IAS ഉദ്യോഗസ്ഥനും തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് എംപിയുമായ ശശികാന്ത് സെന്തിലാണ് പ്രധാന ഗൂഢാലോചനക്കാരനെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. ക്ഷേത്രത്തെ തകർക്കാൻ ഇടത് ഇസ്ലാമിക ശക്തികളുമായി നടത്തിയ ഗൂഢാലോചനയാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നും ബി.ജെ.പി. ആരോപിച്ചു. ധർമ്മസ്ഥലയിലെ വിവാദങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ബി.ജെ.പി. ആരോപിക്കുന്നത്. ഇതിന് പിന്നിൽ കോൺഗ്രസ് എംപിയുടെ നേതൃത്വത്തിലാണ് ഗൂഢാലോചന നടത്തിയതായും കർണാടകയിലെ മുൻ IAS ഉദ്യോഗസ്ഥരും ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ടെന്നും ബി.ജെ.പി. ആരോപിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് എംപിയുമായ ശശികാന്ത് സെന്തിലാണ് പ്രധാന ഗൂഢാലോചനക്കാരനെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നത്. ക്ഷേത്രത്തെ തകർക്കാൻ ഇടത് ഇസ്ലാമിക ശക്തികളുമായി നടത്തിയ ഗൂഢാലോചനയെന്നാണ് ഇപ്പോൾ ബി.ജെ.പി. വ്യക്തമാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ധർമ്മസ്ഥലയിൽ നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് ഈ ധർമ്മസ്ഥലയിലെ സംഭവം എത്തിയിരിക്കുന്നത്. പിന്നിൽ മുൻ IAS ഉദ്യോഗസ്ഥനെന്നാണ് ഇപ്പോൾ ബി.ജെ.പി. ആരോപിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ധരിപ്പിച്ചുകൊണ്ട് നിരവധി വാർത്തകളും മറ്റുമൊക്കെ വന്ന സംഭവമാണ് ഈ ധർമ്മസ്ഥല എന്ന ക്ഷേത്രവും ആ ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ട് നിരവധി സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള ഒരു മുഖംമൂടി അണിഞ്ഞ വ്യക്തിയുടെ വെളിപ്പെടുത്തലുകൾ. ഏതായാലും ആ മുഖംമൂടി അണിഞ്ഞ വ്യക്തിയെ കൊണ്ട് പലയിടത്തായി കുഴിക്കുകയും മറ്റുമൊക്കെ ചെയ്ത അവസാനം ആ വ്യക്തി തന്നെ പറഞ്ഞു, പലരും പറഞ്ഞുകൊണ്ട് തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇത്തരത്തിൽ ഒരുപാട് ആളുകളെ കുഴിച്ചിട്ടിട്ടുണ്ട്, ഒരുപാട് സ്ത്രീകളെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് ഈ മുഖംമൂടി ധരിച്ച വ്യക്തി തന്നെ പറയുകയുണ്ടായി. ഏതായാലും ഇപ്പോൾ ഈ സംഭവത്തിന് പിന്നിൽ കൃത്യമായൊരു തിരക്കഥയുണ്ട്, ഈ സംഭവത്തിന് പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് ബി.ജെ.പി. ഉന്നയിക്കുന്നത്. കോൺഗ്രസ് എംപിയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നത് എന്നുള്ളതാണ് ബി.ജെ.പി. പറയുന്നത്. കർണാടകയിലെ മുൻ IAS ഉദ്യോഗസ്ഥനും തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് എംപിയുമായ ശശികാന്ത് സെന്തിലാണ് പ്രധാന ഗൂഢാലോചനക്കാരൻ എന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. ധർമ്മസ്ഥല ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയുടെ മുഴുവൻ സൂത്രധാരനും മുമ്പ് മംഗളൂരു ജില്ലാ കളക്ടറായിരുന്ന ഈ സെന്തിലാണെന്നാണ് ബി.ജെ.പി. MLA ആയ യശ്പാൽ സുവർണയും ഗംഗാവതിയിൽ നിന്നുള്ള സ്വതന്ത്ര MLA G. ജനാർദ്ദന റെഡ്ഡിയും ആരോപിക്കുന്നത്. മാത്രമല്ല, മംഗലാപുരം ജില്ലാ കളക്ടറായിരുന്ന സമയം മുതൽ തന്നെ ഈ സെന്തിലിന് ഇടത് ജിഹാദി ശക്തികളുമായി ശക്തമായ ബന്ധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് CAA സമയത്തും മറ്റുമൊക്കെ ഈ ഇടത് അതുപോലെ തന്നെ PFIയും അതുപോലെ SDPI പോലുള്ള ശക്തികൾക്കൊക്കെ വലിയ പിന്തുണ ഇയാൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കളക്ടറായിരുന്ന സമയത്ത് ഇയാൾ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി ഇടത് ഇസ്ലാമിക ശക്തികളുമായി കൂടിച്ചേർന്നുകൊണ്ട് നടത്തിയ ഗൂഢാലോചനയാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ എന്ന് ബി.ജെ.പി. ആരോപിക്കുന്നു. ധർമ്മസ്ഥലയെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം ഈ ശുചീകരണ തൊഴിലാളിയായ കരാറുകാരൻ താമസിച്ചത് തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗൂഢാലോചനകളും മറ്റുമൊക്കെ തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് നടന്നത് എന്നും ഇവരുടെ ഈ ആരോപണത്തിൽ ബി.ജെ.പി. ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ധർമ്മസ്ഥലയിൽ നിന്ന് കുഴിച്ചെടുത്തത് എന്ന് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞുകൊണ്ട് പോലീസിന് മുന്നിൽ കൊണ്ടുപോയ തലയോട്ടി അതുൾപ്പെടെ സെന്തിലാണ് നൽകിയതെന്നും ഈ ശശികാന്ത് സെന്തിലിന് കർണാടകയിലെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയുമായി ഉൾപ്പെടെ അടുത്ത ബന്ധമാണ് ഉള്ളത് എന്നും പറയുന്നുണ്ട്. ഏതായാലും ഗൂഢാലോചനയിൽ സെന്തിലിനുള്ള പങ്ക് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പരിശോധിക്കണം എന്നൊരാവശ്യമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ബി.ജെ.പി. ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സെന്തിലിൻ്റെ ട്രാക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പോൾ സെന്തിൽ കർണാടക കേഡർ IAS ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് കർണാടകയിലെ ദക്ഷിണ കന്നഡ ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് CAA നടപ്പാക്കിയെന്ന് ആരോപിച്ചുകൊണ്ട് IASൽ നിന്നും പ്രതിഷേധിച്ച് രാജിവെക്കുകയും തുടർന്ന് 2020 കോൺഗ്രസിൽ ചേരുകയും ചെയ്തത്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവള്ളൂർ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് MP ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ദക്ഷിണ കന്നഡ ജില്ലാ കളക്ടറായി പ്രവർത്തിച്ചിരുന്ന ആ കാലയളവിലാണ് ഈ സെന്തിൽ ഇടത് ജിഹാദി ആളുകളുമായിട്ട് പ്രത്യേകിച്ച് ഈ പോപ്പുലർ ഫ്രണ്ടിനും കുടപിടിക്കുന്നതിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ള വലിയ ആരോപണം സംഘപരിവാർ സംഘ
സംഘടനകൾ അന്ന് തന്നെ ഉയർത്തി അതിനെതിരെ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഇടത് ജിഹാദി ശക്തികളുടെ ഒരു ശ്രമം, ആ ശ്രമത്തിന് പൂർണ്ണമായിട്ടും പിന്തുണ നൽകി അതിനുവേണ്ടി ശ്രമിച്ചിരിക്കുന്നത് ഈ കോൺഗ്രസ് MP ആയ സെന്തിലാണ് എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ BJP ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സെന്തിലിന്റെ പങ്ക് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ശക്തമാവുന്നത്. അരുൺ, ഈ ധർമ്മസ്ഥലയിൽ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത കൂട്ടത്തോടെ കുഴിച്ചുമൂടിയെന്ന വ്യാജ പ്രചാരണം നടത്തിയതിന് പിന്നിലെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് നേരത്തെ വന്നിരുന്നു. അതിലാണ് ഇപ്പോൾ BJP ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള മുൻ IAS ഉദ്യോഗസ്ഥൻ എന്നാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു ഗൂഢാലോചന നടത്തുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു? പ്രധാനമായിട്ടും ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള ലക്ഷ്യം എന്നുള്ളത് ഒന്ന് ഈ ക്ഷേത്രത്തെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ധർമ്മസ്ഥല എന്ന പ്രദേശം നമ്മൾ പരിശോധിക്കുമ്പോൾ ധർമ്മസ്ഥല ഈ ഒരു മഞ്ജുനാഥ ക്ഷേത്രവും ഈ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് നിരവധി ജനങ്ങൾ ഇതിനെ ആശ്രയിച്ച് കഴിയുന്നു. ഇവിടെ സ്വയം ആളുകൾക്ക് തൊഴിൽ നൽകുന്നു, ഈ ക്ഷേത്രത്തിലൂടെ ആളുകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നു, മറുവശത്ത് എപ്പോഴും ഭക്ഷണം ക്ഷേത്രത്തിലൂടെ നൽകുന്നു. അങ്ങനെ മറ്റ് മതമൗലിക ശക്തികൾക്കൊന്നും വന്ന് കയറാൻ കഴിയാത്ത തരത്തിൽ ഇവിടുത്തെ ഈ ഒരു ജൈന മതസ്ഥരാണെങ്കിലും അവർ നടത്തുന്ന ഈ ഹിന്ദു ക്ഷേത്രം അത് സനാതന ധർമ്മത്തെ വലിയ രീതിയിൽ പിടിച്ചു നിർത്തുന്ന, ആളുകളെ സനാതന ധർമ്മത്തോട് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു കേന്ദ്രമായി കൂടെ ഇവിടെ നിലകൊള്ളുന്നു, തല ഉയർത്തി തന്നെ നിലകൊള്ളുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇത് തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം. രണ്ട് കാര്യങ്ങളാണ് ഈ പ്രധാനമായിട്ടും BJP സംശയിക്കുന്നത്. ഒന്ന്, ഈ ക്ഷേത്രത്തെ തകർത്താൽ മാത്രമേ മറ്റ് കച്ചവട സ്ഥാപനങ്ങൾക്കും മറ്റും ഇവിടേക്ക് കയറിക്കൂടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. മറ്റൊന്ന് ഭൂമാഫിയയാണ്. ആ ഭൂമാഫിയകൾക്കും ഇവിടേക്ക് ലഹരി മാഫിയകൾക്കും ഒക്കെ കയറിക്കൂടണമെങ്കിൽ അതിന് ഒരു വിലങ്ങ് തടിയായിട്ടുള്ളത് ഈ ക്ഷേത്രമാണ്, ഈ ക്ഷേത്രത്തിന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങളാണ്. ഇതിലൊക്കെ ഉപരി ഈ ഭാഗത്തെ ധാരാളം വനവാസി ജനങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അവരെ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ മതപരിവർത്തനം നടത്തി അവരെയൊക്കെ മതപരിവർത്തനത്തിന് വിധേയമാക്കണമെങ്കിൽ അതിനും ഇവിടെ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ ക്ഷേത്രമാണ്. കാരണം ആളുകൾക്ക് എല്ലാ സമയത്തും അവർക്ക് ഓരോരുത്തർക്കും തൊഴിൽ സൗജന്യമായിട്ട് തന്നെ തൊഴിൽ പരിശീലനം നൽകുന്നു ഒരു വശത്ത്. ഒപ്പം അവർക്ക് ഒരിക്കലും പട്ടിണി അടക്കേണ്ടി വരുന്നില്ല. ഇവിടെ എത്തുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അന്നദാനമുണ്ട്, ഭക്ഷണം 24 മണിക്കൂർ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണവും അതുപോലെ തന്നെ തൊഴിലും ഒക്കെ കൃത്യമായി കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും ഈ പ്രലോഭനങ്ങളിൽ പെട്ടുകൊണ്ട് മതം മാറുന്ന തരത്തിലേക്ക് ഈ ഏതെങ്കിലും തരത്തിലുള്ള മതമാറ്റം നടത്തുന്ന ആളുകൾക്ക് ഇവിടെ കയറിക്കൂടാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇതൊക്കെ ഒരു കഴിയണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ഈ ക്ഷേത്രത്തെ തകർക്കുക എന്നുള്ളതാണ്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണം ഇവർ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും സംശയിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ വ്യക്തമാണ്. ധർമ്മസ്ഥലയിൽ നിന്നും അരുണാലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥലയിലെ വിവാദങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ഇപ്പോൾ BJP ആരോപിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് കൂടിയായ മുൻ IAS ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തിയതെന്നാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്.